ശ്രീനാരായണ പറയുന്നുണ്ട്, എല്ലാ മതങ്ങളിലും മഹത്തായ തത്വങ്ങളുണ്ട്, കുറേ അസംബന്ധങ്ങളും. എന്നാൽ ജാതിയിൽ ഈ പറഞ്ഞ ഒരു മാനവിക തത്വമില്ല. 2016 JNUവിൽ മഹിഷാസുരൻ്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു. അത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഏറ്റവും ഭയപ്പെടുത്തിയ ഒന്നായിരുന്നു. നിരവധി ഗോത്ര ജനവിഭാഗങ്ങൾ അവരുടെ ആരാധനാമൂർത്തിയാണ് കോമ്രേഡ് മഹിഷാസുരൻ. തിരസ്കൃത ഇന്ത്യയിലെ മനുഷ്യർ അവരുടെ നിരവധി ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഉത്സവമാണ് മനുസ്മൃതി ദഹന ഉത്സവം. പുഷ്കത്തിലേക്കും ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും മജ്ജയിലേക്കും അസ്ഥിയിലേക്കുമെല്ലാം ഇടിച്ചു കയറിയ അശ്ലീല അധികാരത്തിൻ്റെ അക്ഷര ക്രോഡീകരണമാണ് മനുസ്മൃതി. ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ മതങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്ന തത്വങ്ങൾ ലഭിക്കും. ഞാൻ ബ്രാക്കറ്റിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, സമയക്കുറവ് കൊണ്ട് എവിടുന്നൊക്കെ ഒരു തുള്ളി വെളിച്ചം കിട്ടുമോ ആ വെളിച്ചം ഒഴിവാക്കരുത്. മഹാത്മാഗാന്ധിയുടെ ചിന്തയിൽ നിന്ന് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ചിന്തകളിൽ നിന്ന്, വിവിധ മതങ്ങളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ഒരു തുള്ളി കിട്ടുമെങ്കിൽ ആ തുള്ളി വെറുതെ ആക്കരുത്. വെളിച്ചം തൂകിയിടുവോളം പൂജാർഹം താനൊരാശയം എന്ന് ഇടശ്ശേരി. വെളിച്ചം തൂകുകയാണെങ്കിൽ എവിടുന്നു ഏതാശയവും ജനായത്ത സമരത്തിലേക്ക് ഉത്ഗ്രഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു തുള്ളി വെളിച്ചവും കിട്ടാത്ത, ഇരുട്ട് മാത്രം കിട്ടുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത സാധ്യതകളെയും സംഹരിക്കുന്ന ഏറ്റവും ഭീകരമായ, എന്നാൽ നാം സ്വാഭാവികമായി സ്വീകരിച്ച ജാതി മേൽക്കൊയ്മ, അതേക്കുറിച്ച് അവിടെയാണ് മതങ്ങളിൽ നിന്ന് ശ്രീനാരായണ പറയുന്നുണ്ട്, എല്ലാ മതങ്ങളിലും മഹത്തായ തത്വങ്ങളുണ്ട്, കുറേ അസംബന്ധങ്ങളും. അസംബന്ധങ്ങൾ പൗരോഹിത്യം ആഘോഷിക്കുമ്പോൾ ആ മതത്തിലെ തത്വങ്ങൾ ഒരുപക്ഷെ മതരഹിതരടക്കമുള്ളവർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ജാതിയിൽ ഈ പറഞ്ഞ ഒരു മാനവിക തത്വമില്ല. ഒറ്റ ഉദാഹരണം, അംബേദ്കർ ഭാരതീയ സാഹിത്യത്തെ ദ്വിജ സാഹിത്യമെന്നും ശൂദ്ര സാഹിത്യമെന്നും രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. അതിൽ ദ്വിജ സാഹിത്യത്തിൽ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബ്രാഹ്മണൈസേഷൻ എന്നൊരാശയം സ്വരാജ് സൂചിപ്പിക്കേണ്ടായി, വിശദീകരിച്ചിട്ടില്ല. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ബ്രാഹ്മണൈസേഷൻ. അതുകൊണ്ട് തിരസ്കൃതരായ ഇന്ത്യൻ ജനത, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹിഷ്കൃത രാജ്യം, അത് ബ്രാഹ്മണൈസേഷൻ എന്നൊരു പ്രക്രിയയാണ് ഇന്ന് സൈദ്ധാന്തിക രംഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആനന്ദമഠത്തിലെ ദുർഗയൊക്കെ, സത്യത്തിൽ ദുർഗാദേവിയൊക്കെ പ്രതിസ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും. ഒരു വാചകത്തിൽ ഞാൻ സൂചിപ്പിക്കാം, മഹിഷാസുരൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ കേരളത്തിലൊക്കെ നമ്മുടെ ധാരണ വില്ലനാണെന്നാണ്. പക്ഷേ മഹിഷാസുരനെ ആരാധിക്കുന്ന, അത് ഏറ്റവും വലിയ പ്രശ്നമായത് 2016 JNUവിൽ മഹിഷാസുരൻ്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു. അത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഏറ്റവും ഭയപ്പെടുത്തിയ ഒന്നായിരുന്നു. രണ്ട് കാര്യമാണ് JNUവിനെ ശത്രുരാജ്യമായി പ്രഖ്യാപിക്കാൻ പ്രയോഗത്തിന് മാതൃഭൂമി മുഖപ്രസത്തോട് കടപ്പാട്. JNU ഒരു ശത്രുരാജ്യമല്ല എന്ന് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു മുഖപ്രസംഗം മാതൃഭൂമിയിൽ വന്നിരുന്നു. ശത്രുരാജ്യമായി പരിഗണിക്കാൻ രണ്ട് കാരണമാണ്. ഒന്ന്, അവർ മഹിഷാസുരൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ആദിമ ജനത, നിരവധി ഗോത്ര ജനവിഭാഗങ്ങൾ അവരുടെ ആരാധനാമൂർത്തിയാണ് കോമ്രേഡ് മഹിഷാസുരൻ. എനിക്കും അദ്ദേഹത്തോടാണ് ആഭിമുഖ്യമുള്ളത് എന്ന് ഞാൻ പറയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, നമ്മൾ പറഞ്ഞല്ലോ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിയത്തിന് വേണ്ടി നിലനിന്ന മഹിഷാസുരൻ്റെ വധം തദ്ദേശീയ ജനതയുടെ വംശഹത്യയായിട്ടാണ് തിരസ്കൃത ഇന്ത്യ വായിക്കുന്നത്. എന്നാൽ പുരസ്കൃത ഇന്ത്യ ഇതിനെ വലിയ ഐക്കണായിട്ടാണ് കൊണ്ടാടുന്നത്. ഈ സംഘർഷം തീർച്ചയായിട്ടും നമ്മൾ വന്ദേമാതരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ സംഘർഷമുണ്ട്.
അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അംബേദ്കർ ദ്വിജ സാഹിത്യം എന്ന് വിളിച്ചത് 6 എണ്ണമാണ്. മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, ശങ്കരവേദാന്തം, പുരാണങ്ങൾ, മനുസ്മൃതി. ഇതിൽ ഒന്ന് മാത്രമേ അദ്ദേഹം കത്തിച്ചിട്ടുള്ളൂ, അത് മനുസ്മൃതിയാണ്. എന്നാൽ അവിടെയും നമുക്ക് തെറ്റിയിട്ടുണ്ട്. അത് വെറും കത്തിക്കലായിരുന്നില്ല, അതൊരു ഉത്സവമായിരുന്നു. മനുസ്മൃതി ദഹന മഹോത്സവം എന്ന രീതിയിൽ വളരെ കൃത്യമാണ് അത് പ്ലാൻ ചെയ്തത്, നടപ്പിലാക്കിയത്. അത് വലിയൊരു ഉത്സവമായിരുന്നു. തിരസ്കൃത ഇന്ത്യയിലെ മനുഷ്യർ അവരുടെ നിരവധി ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഉത്സവമാണ് മനുസ്മൃതി ദഹന ഉത്സവം. ഒരുപക്ഷെ പലരും വിചാരിക്കും അത് അംബേദ്കർ കത്തിച്ചതല്ലേ. അംബേദ്കർ കത്തിച്ചതാണ്, അത് കത്തിത്തീർന്നിട്ടില്ല. ഇന്ത്യയിൽ അത്ര വേഗത്തിൽ അത് കത്തിത്തീരുകയുമില്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് 5 കത്തിക്കാതിരിക്കുകയും അത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളെന്ന അർത്ഥത്തിൽ ഒന്ന് കത്തിക്കുകയും ചെയ്യാൻ കാരണം അതിലൊരു തത്വവുമില്ല. അത് അടിമുടി അധികാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മസ്തിഷ്കത്തിലേക്കും ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും മജ്ജയിലേക്കും അസ്ഥിയിലേക്കുമെല്ലാം ഇടിച്ചു കയറിയ അശ്ലീല അധികാരത്തിൻ്റെ അക്ഷരക്രോഡീകരണമാണ് മനുസ്മൃതി. അതുകൊണ്ടാണ് അംബേദ്കർ കത്തിച്ചത്. അംബേദ്കർ മാത്രമല്ല, പക്ഷേ അത്ഭുതകരമായ കാര്യമുണ്ട്. മലയാളത്തിൽ ഇത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ സെക്കുലർ എന്ന് തന്നെ വിളിക്കാവുന്ന പല പണ്ഡിതന്മാരും ഇതിന് പലതരം വ്യാഖ്യാനങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരോട് സഹോദരൻ അയ്യപ്പൻ്റെ ഒരു കവിതയിലെ ഒരു വരി മാത്രമേ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എത്ര വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാന സാഹസത്താൽ കാഞ്ഞിരത്തെ ദ്രാക്ഷമായി മുന്തിരിയായിട്ട് മാറ്റാൻ പറ്റില്ല. കാരാസ്കരം മാധുര്യമതിലൂറ. കാഞ്ഞിരത്തിൽ വ്യാഖ്യാനം കൊണ്ട് മധുരം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞ വെളിച്ചമുണ്ടാക്കാൻ സഹായമായതൊക്കെ എടുക്കാം. ഇതിൻ്റെ അടിസ്ഥാനം, മതത്തിൻ്റെ അടിസ്ഥാനം ആശയവാദമാണ്. ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിൻ്റെ ദാർശനിക അടിത്തറ ആശയവാദമാണ്. അദ്ദേഹം നമ്മളീ പറയുന്ന പ്രിയത്തെക്കുറിച്ച് പറയുന്ന അതേ കൃതിയിൽ പറയുന്നുണ്ട്, മരണമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരാതിയുമില്ല, നാമരൂപം മരുവിൽ അമർന്ന മരീചി നീരുപോൽ, പൊരുളാണത്, പൊരുളല്ലിത്, ഓർത്തിടണം. എന്താണ് അദ്ദേഹം പറയുന്നത്? മരണമില്ല, പുറപ്പുമില്ല, പിറവിയുമില്ല, വാഴ്വ് ജീവിതവുമില്ല, മരണവുമില്ല, ജീവിതവുമില്ല, ജനനവുമില്ല, നരസുരാതിയുമില്ല, ദേവന്മാർ അസുരന്മാർ മനുഷ്യന്മാർ എന്നുള്ള വിഭജനവുമില്ല, എല്ലാം നാമരൂപം. മരുവിൽ അമർന്ന മരീചി നീരുപോൽ പൊരുളാണ്. മരുഭൂമിയിലെ മരീചിക പോലെ വെള്ളമുണ്ടെന്ന് ഇങ്ങനെ തോന്നും, പൊരുളാന്ന് തോന്നും. പൊരുളല്ലിത്, ഓർത്തിടണം, മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൻ്റെ വേറൊരു തലമാണത്. അദ്വൈതത്തിൻ്റെ ഒരു തലത്തെ സൈദ്ധാന്തികമായി, അദ്വൈതത്തിൻ്റെ ആശയവാദപരമായ ഒരു തലത്തെ അതേപോലെ നിലനിർത്തുകയും എന്നാൽ അതേ അദ്വൈതത്തിൻ്റെ ആശയവാദപരമായ മറ്റൊരു തലത്തെ മാനവികതയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ശങ്കരാചാര്യരിൽ നിന്ന് ഭിന്നമായി ഗുരുവിൻ്റെ പ്രത്യേകത.